നമ്മുടെ ചാനലിൽ ഇതുവരെ കാണിച്ചിട്ടുള്ള വീഡിയോയിൽ നിന്ന് കുറച്ച് പ്രത്യേകത ഉള്ള ഒരു വീഡിയോ ഇത് വേറെ അങ്ങോട്ടുമല്ല, എൻ്റെ സ്വന്തം നാടായ കൊല്ലം ജില്ലയിലോട്ടാണ് ഞാൻ പോകുന്നത്. അതായത് ഞാൻ എൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത്. എൻ്റെ വർഷങ്ങളായിട്ടുള്ളൊരു ആഗ്രഹം, ആ ആഗ്രഹം ഇന്ന് ഞാൻ സാധിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ പയ്യതാ എൻ്റെ സ്ഥലത്തോട്ട് എത്തുകയാണ്. നിങ്ങളിപ്പോൾ ഈ കാണുന്ന വണ്ടി എന്ന് പറയുന്നത് എൻ്റെ പപ്പ 2012 എടുത്തൊരു മാരുതി 800 അപ്പോൾ ഞാൻ ഈ വണ്ടിക്കകത്തായിരുന്നു ആക്ച്വലി വണ്ടി ഓടിക്കാൻ പഠിച്ചതും എല്ലാം. എനിക്ക് വേണ്ടി കുറേ ഓടിയിട്ടുള്ളൊരു വണ്ടിയാണ്. ഇത് ഏകദേശം 1,00,000 കിലോമീറ്ററും ആവാറായിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഏകദേശം ഒരു 10-13 കൊല്ലമായിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തായിരുന്നു നമ്മുടെ യാത്രകളെല്ലാം കുറേ നാളുകളായിട്ട്. നിങ്ങളിപ്പോൾ കാണുന്നത് നമ്മൾ കുളിച്ചൊരുങ്ങി റെഡിയായിട്ട് നമ്മൾ ഒരിടത്തോട്ട് പോവുകയാണ് നമ്മുടെ കൂട്ടുകാരൻ്റെ വണ്ടിയിൽ. വണ്ടി എടുക്കാൻ എങ്ങോട്ടാണ് പോകുന്നത്? ഷോറൂമിലോട്ട്. ഏതിൻ്റെ ഷോറൂമിലോട്ട്? ഹ്യുണ്ടായി അല്ലേ? ആക്ച്വലി ഇവനോട് പോലും പറഞ്ഞിട്ടില്ല എവിടോട്ടാണ് പോകുന്നതെന്നുള്ളതെന്ന്. അവന് കാര്യമൊക്കെ അറിയാം, പക്ഷേ ഏത് മോഡലാണ് ഏതിൻ്റെ ഷോറൂമിലോട്ട് പോകണമെന്ന് അവൻ്റെ അടുത്ത് പോലും പറഞ്ഞിട്ടില്ല. അവൻ്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞിരുന്നത് വേറൊരു വണ്ടിയുടെ ഡീറ്റെയിൽസ് ആയിരുന്നു. പിന്നെ അതിനുശേഷം വന്ന അപ്ഡേറ്റ്സ് ഒന്നും അവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ട് പോലുമില്ല. അതുകൊണ്ടാണ് അവൻ ഇനി ഇങ്ങനെ പറയുന്നത്. ഓക്കെയാണ്. ഇവിടെ നോക്കണേ. കൊടുത്തോ എടുത്തോ.
ഗൈസ് അങ്ങനെ നൈസായിട്ട് പയ്യെ വീട്ടിൽ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തു. പൂജയ്ക്ക് കൊണ്ടുപോകണം. ആക്ച്വലി അതൊന്നും കഴിഞ്ഞില്ല, അതൊക്കെ ഇന്ന് വൈകുന്നേരമാണ്. നമ്മൾ ഇറക്കിയപ്പോഴത്തേക്ക് ഏകദേശം 11:30 എങ്ങാണ്ടായി. അപ്പം അതിനുള്ള ടൈം കിട്ടിയില്ല. അപ്പോൾ ഇനിയിപ്പം വൈകുന്നേരമാണ് അതിനുള്ളൊരു ട്രിപ്പുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി റിവ്യൂ ഒക്കെ ഇട്ടിരുന്നതാണ് വിക്ടോറിയസിൻ്റെ. ആക്ച്വലി ഇതിലോട്ട് എത്തിയത് ഒരിച്ചിരി എന്താ പറയുക ചാട്ടമൊക്കെ ചാടിയിട്ടാണ്. ഞാൻ ആദ്യമേ പോയിട്ട് എനിക്കെടുക്കാനായിട്ട് നോക്കിയ വണ്ടി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഫ്രോങ്സും ഡിസയറും കൂടെ ആയിരുന്നു. രണ്ടും തമ്മിൽ കൺഫ്യൂസ്ഡ് ആയിരുന്നു. കാരണം ഡിസയറിൻ്റെ മെയിൻ ഫാക്ടർ എന്ന് ഞാൻ നോക്കിയെന്ന് പറയുമ്പോഴത്തേക്ക് സേഫ്റ്റി ഉണ്ടായിരുന്നു. സേഫ്റ്റി അല്ലാതെ വേറെ നോക്കിയിരുന്നു. പിന്നെ സൺറൂഫ് ഉണ്ടായിരുന്നു, ഒരു സിംഗിൾ പിൻ സൺറൂഫ് ഉണ്ടായിരുന്നു. അതായിരുന്നു മെയിൻ അതിനകത്തൊരു അട്രാക്റ്റീവ് ഫാക്ടർ. അല്ല പിന്നെ എനിക്ക് ആക്ച്വലി എൻജിൻ വൈസ് ഫ്രോങ്സിനെ കാട്ടി കൂടുതൽ, അത് 4 സിലിണ്ടർ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസയറിനകത്ത് വന്ന 3 സിലിണ്ടർ എഞ്ചിനാണ് കുറച്ചും കൂടി എനിക്കൊരു പെപ്പിനെസ് ആക്ച്വലി തോന്നിയത്. അപ്പം അതെന്തായാലും പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, നമുക്കൊരു SUV തന്നെ നോക്കിയാൽ മതി എന്ന് പറഞ്ഞിരുന്നു. എങ്കിൽ ഫ്രോങ്സ് എന്നുള്ള രീതിയിൽ എന്ന് വെച്ചാൽ ഞാൻ ഡെൽറ്റ പ്ലസ് എടുത്തിട്ട് അതിനെ ആൽഫയിലോട്ട് കൺവേർട്ട് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇരുന്നത് ആക്ച്വലി. അപ്പം ഞാൻ അതിനുള്ള ഡിസ്കഷൻ എല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ആക്ച്വലി നമ്മുടെ കിയയുടെ സോണറ്റ് എൻ്റെ കണ്ണിൽ വിടുന്നു. അപ്പം ഞാൻ ആദ്യമേ ആക്ച്വലി ബുക്ക് ചെയ്ത വണ്ടി കിയ സോണറ്റ് ആയിരുന്നു. ഞാൻ ഫ്രണ്ട്സിൻ്റെ അടുത്തും എല്ലാം പറഞ്ഞു, അവരുടെ എല്ലാം കണ്ണിൽ കിയ സോണറ്റ് ആയിരുന്നു. അപ്പം അങ്ങനെ ഇരുന്ന സമയത്താണ് ഇത് ഇറങ്ങിയത്. അപ്പം വീട്ടിൽ ഇങ്ങനെ സംസാരിച്ചവൻ പറഞ്ഞു ഓക്കെ ശരി, നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ വലിയ വണ്ടി എടുക്കാം. എനിക്ക് ലെവൽ 2 അഡാസ് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. സോണറ്റിന് ഞാൻ GT ആയിരുന്നു എടുക്കാനിരുന്നത്. അപ്പം അതിനകത്ത് ലെവൽ 1 അഡാസാണ്, ക്യാമറ ബേസ്ഡ് വരുന്നത്, റഡാറൊന്നും ബേസ്ഡ് അല്ല. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് നോക്കാം, അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വിലയെല്ലാം വന്നപ്പോഴത്തേക്കും ഓക്കെ. മറ്റത് ബിഫോർ നമ്മുടെ ടാക്സിൻ്റെ വ്യത്യാസമെല്ലാം വരുന്നതിന് മുന്നേ അത് ഏകദേശം ഒരു 118 എങ്ങാണ്ടായിരുന്നു, 17 ചില്ലറ 17.5 എങ്ങാണ്ടായിരുന്നു. ഇത് വരുവാണെന്നുണ്ടെങ്കിൽ പിന്നെയും ഒരു 5 കൂടും. ഒന്ന് കണക്ക് കൂട്ടി വേറെ കുറച്ച് സർപ്രൈസസ് ആക്ച്വലി വരുന്നുണ്ട്. അപ്പം ഈ ഒരു 2025 എന്ന് പറയുന്നത് കുറേയധികം കാര്യങ്ങൾ മാറാനുള്ള കാര്യമായിരുന്നു. അപ്പോൾ അതിൻ്റെ ബേസ് ചെയ്ത് ഞാൻ നോക്കിക്കൊണ്ട് ഓക്കെ. ഇപ്പം ഞാൻ രാവിലെ കാണിച്ചത് എൻ്റെ മാരുതി 800 ആണ്. ഞാൻ വണ്ടി ഓടിക്കാൻ പഠിച്ചതില്ല, അതാണ് 2012 പപ്പ എടുത്ത വണ്ടിയാണ്, ഞാൻ എടുത്തതല്ല. അപ്പോൾ എൻ്റെ ഫസ്റ്റ് കാർ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അപ്പം എന്താ പറയുക, ഒത്തിരി സന്തോഷമുണ്ട്. എന്താ പറയുക, എന്നെ ആക്ച്വലി ഒരു വണ്ടിപ്രാന്തനാക്കുന്നത് നമ്മുടെ ഹിമാലയം തന്നെയാണ്, അല്ല വേറൊന്നുമില്ല. അപ്പോൾ അതിനകത്തുനിന്നാണ് ഞാൻ ബൈക്കിനകത്തോട്ടൊരു ഭയങ്കര പ്രാന്തം. കാരണം അത് ബുക്ക് ചെയ്തതിനു ശേഷമാണ് എനിക്ക് ബൈക്കുകളെ പറ്റി കൂടുതലിട്ട് ചിന്തിക്കാനും കാര്യങ്ങളൊക്കെ തുടങ്ങിയത്. അപ്പം അതിൻ്റെ ഓരോ വണ്ടി അതിനു മുമ്പ് എനിക്ക് ഞാൻ ഈ പല ഓട്ടോ ഷോറൂം പോകുമ്പോഴത്തേക്കും നമ്മുടെ BMW-ൻ്റെയൊക്കെ 1250 GS ഒക്കെ ഇരിക്കുന്നതാണ്. ഓക്കെ ശരി, BMW ഏതൊരു വണ്ടി എന്നുള്ള രീതിയിലാണ് ഞാൻ കണ്ടിട്ടൊക്കെ വരുന്നത്. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് അതൊക്കെ ഏത് വണ്ടിയൊക്കെയാണെന്നുള്ളത്. പിന്നെ ഞാൻ ഈ ഹിമാലയൻ ബുക്ക് ചെയ്തതിന് ശേഷമാണ് ആക്ച്വലി വണ്ടികളെ പറ്റി അതിൻ്റെ എഞ്ചിനെ പറ്റിയിട്ടൊക്കെ കുറേയൊക്കെ ഞാൻ അറിയാൻ ശ്രമിക്കുന്നത്. അതുവരെ ഞാൻ ഒരു വണ്ടി ഭ്രാന്തനേ അല്ല. എന്താ പറയുക, ഞാൻ അന്നത്തെ എൻ്റെ ഫാഷൻ എന്ന് പറയുമ്പോൾ കുറേയൊക്കെ ക്യാമറയിലോട്ടൊക്കെ ആയിരുന്നു എൻ്റെ നോട്ടം പോകുന്നത്. ഓക്കെ, പുതിയ ക്യാനോണിൻ്റെ പുതിയൊരു ക്യാമറ വന്നു, സോണിയുടെ ഇത്ര ഒരു സെൻസർ വന്നു. അപ്പോൾ ഇതിനെ പറ്റിയൊക്കെയായിരുന്നു നമ്മൾ കൂടുതലും ചർച്ച വന്നത്. ഞാനൊരു വണ്ടിയുടെ ഗ്രൂപ്പുകളിനകത്തോ കാര്യങ്ങളൊന്നുമില്ല. അപ്പം പക്ഷേ ഹിമാലയൻ വന്നതിന് ശേഷം ആക്ച്വലി എന്താ പറയുക ഫുള്ളി ഒരു മാറ്റമായിരുന്നു. അവിടെ നിന്നാണ് പിന്നെ ഞാൻ പറഞ്ഞത് കുറച്ച് നാളായിട്ട് ഞാൻ പിന്നെ ഇങ്ങനെ കാർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. നമ്മളങ്ങനെ ഹാരിയറിൻ്റെ തുടങ്ങിയത്. പക്ഷേ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ട്രൈബർ, പിന്നെ അത് കഴിഞ്ഞ് 3rd വണ്ടി നമ്മുടെ വിക്ടോറിയസ് ഉണ്ടായിരുന്നു. ഞാനത് ഹൈബ്രിഡിൻ്റെ വണ്ടി റിവ്യൂ ഞാൻ ചെയ്തിരുന്നു. പക്ഷേ അതിനുശേഷം ഞാൻ മറ്റേ ഈ മൈൽഡ് ഹൈബ്രിഡ് നമ്മളിപ്പോൾ എടുത്തേക്കുന്നത് നമ്മുടെ ZXi+ ഓപ്ഷനിൽ സ്മാർട്ട് ഹൈബ്രിഡാണ്. മൈൽഡ് ഹൈബ്രിഡാണ് വരുന്നത്, നമ്മുടെ മാരുതിയുടെ എഞ്ചിൻ തന്നെ വരുന്ന വണ്ടിയാണ്. അപ്പോൾ ഇതാ ഞാൻ അടുത്ത് ചെയ്യുമെന്ന് പറഞ്ഞിട്ടിരുന്നത്. പക്ഷേ ഞാൻ ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടി പോയില്ല. ആക്ച്വലി ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു, പക്ഷേ വീഡിയോ ചെയ്തില്ല. അപ്പം ഞാൻ വിചാരിച്ചെങ്കിൽ പിന്നെ നമ്മുടെ വണ്ടിക്ക് തന്നെ അത് ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഞാൻ കാത്തിരുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടി കയ്യിൽ വന്നു. അപ്പോൾ ഇനിയിപ്പം ഞാൻ കുറച്ച് നോട്ടിച്ചിട്ട് നമ്മൾ കുറച്ച് ഒരാളുടെ അടുത്തൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞിരുന്നു വേറൊരു ചാനലിലൂടെ നമ്മളത് ഫീച്ചർ ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പറയാം ഇനി വരുന്ന വീഡിയോ. അത് കണക്ക് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തു. കാരണം നിങ്ങൾ വണ്ടി എടുക്കാൻ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കുറേ അധികം കാര്യങ്ങളുണ്ട്. ഞാൻ ശ്രദ്ധിക്കാതെ ചെന്നിട്ട് പിന്നെ ലാസ്റ്റ് മിനിറ്റിൽ ശ്രദ്ധിച്ച് പിന്നെ മാറിയ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അത് ഇനി ഒരു എക്സ്പീരിയൻസ് ആയിട്ട് ഞാൻ പറയും. ഇപ്പം ജസ്റ്റ് വണ്ടി എടുത്തതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തത്. ഓക്കെ, അപ്പം പുതിയൊരു വണ്ടി. ഓക്കെ, അപ്പം കുറച്ച് യാത്രകളൊക്കെ പോകണം, പുതിയൊരു സ്ഥലം, പുതിയ കുറേ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അപ്പോൾ ദിസ് ഇസ് KL Vandi സൈനിങ് ഓഫ്. ബൈ.